അമ്മേ നാരായണ, ദേവി നാരായണ. പൊങ്കാലയിടാൻ വന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് അരി കഴുകാനുള്ള വെള്ളം നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. അടുപ്പിനടുത്ത് ആരും അരി കഴുകരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടോ? കാളവേല താലപ്പൊലി മഹോത്സവം നടത്തിപ്പിനെ കുറിച്ച് കൂടിയാലോചിക്കുന്നതിനു വേണ്ടി അടുത്ത ഞായറാഴ്ച 4-ാം തീയതി ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ക്ഷേത്ര ഞായറാഴ്ച നടത്തുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും അടുത്ത ഞായറാഴ്ച രാവിലെ 9:30 ക്ഷേത്ര സന്നിധിയിലേക്ക് ചെയ്യുകയാണ്. അതിനുശേഷം 11 മണിക്ക് പ്രസാദൂട്ട്, താലപ്പൊലി കണ്ടത്തിൽ പ്രസാദൂട്ടും ഉണ്ടായിരിക്കുന്നതാണ്. വന്ന് കിറ്റ് വാങ്ങണമെന്ന് അഭ്യർത്ഥിക്കുന്നു. രശീതിയുമായി വന്നാൽ കമ്മിറ്റി ഓഫീസിൽ നിന്നും പൊങ്കാല കിറ്റ് കരസ്ഥമാക്കാവുന്നതാണ്. ശ്രീ ആറങ്ങുന്നത്ത് കാവിൽ അമ്മയുടെ ചരിത്ര സംഭവമായ പൊങ്കാല മഹോത്സവമാണ് നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ നടക്കാൻ പോകുന്നത്. പ്രത്യേക അറിയിപ്പ്: നാളെ വൈകുന്നേരം മണ്ഡല താലപ്പൊലി നിർമ്മിച്ച തിടപ്പള്ളി സമർപ്പണം നടക്കും. ദന്തവാണി മാസ്റ്റർ നിർവഹിക്കുന്നതാണ്. ആ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് MR മുരളി അവർകളും പങ്കെടുക്കുന്നതാണ് എന്ന വിവരം അറിയിച്ചുകൊള്ളുന്നു. രാവിലെ 9:30 ക്ഷേത്ര സന്നിധിയിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. അതിനുശേഷം 11 മണിക്ക് പ്രസാദൂട്ട് ഉണ്ടായിരിക്കുന്നതാണ്. പൊങ്കാല ആരംഭിക്കല്ലേ. ഇനി ഒരുപാട് കാലം കൂടുതൽ ഭംഗിയായിട്ട് നടക്കാനുള്ള അനുവാദവും അതിനുള്ള ഒരു അനുഗ്രഹവും ദേവി നൽകും. എല്ലാവരും പ്രാർത്ഥിക്കാം. എല്ലാവരും എന്താ അമ്മേ നാരായണ ചെയ്യാം, ദേവിയോട് പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ വർഷം മാത്രം പോരാ, അടുത്ത വർഷം വേണം. അടുത്ത വർഷം ഇതിനേക്കാളും ഗെയിമായിട്ട് നടക്കാൻ നമുക്ക് സാധിക്കും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, ദേവി അമ്മേ നാരായണ എന്ന മന്ത്രവുമായി അഗ്നി പറയുകയാണ്. ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ. പൊങ്കാല മഹോത്സവം ആരംഭിക്കാൻ പോവുകയാണ്. അതെ, എല്ലാരും കല്ലിന്റെ മുകളിൽ കയറ്റിയിരിക്കുന്നു. അവിടുന്ന് പിന്നെ എടുത്ത് കത്തിക്കും.
എല്ലാവർക്കും ഇതൊന്നും കത്തിച്ചല്ല നമ്മളടുത്ത് കത്തിക്കണം. ശ്രീ ആറകുന്നത്തക്കാവിലെ അമ്മയുടെ തിരുസന്നിധിയിൽ ചരിത്ര സംഭവം. എല്ലാ അടുപ്പുകളിലും ഓലകൾ വെച്ചോളൂ. ഓലകളിലേക്കാണ് തീ പാടാൻ എളുപ്പം. ധൃതി വെക്കണ്ട, ഹറിബറി കൂട്ടണ്ട, പൈനി പറഞ്ഞ മാതിരി കുട്ടി കത്തിക്കുക. അവിടെ അസൗകര്യം ഉണ്ടാവുന്നതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. കിഷോറെ ഇനി ഇങ്ങോട്ട് തരും, ബാക്കിയൊക്കെ വേണ്ട. വോളണ്ടിയേഴ്സ് ഓരോ ലൈനിലും അഗ്നി പകർന്നു കൊടുക്കണം. ഒരു ചിരാതിലാക്കി കൊണ്ടായാലും മതി. വോളണ്ടിയേഴ്സ് ചിരാതിൽ പൊങ്കാല മഹോത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താഴെ താലപ്പൊലി കണ്ടത്തിലേക്കും എല്ലാ പൊങ്കാലയിലേക്കും അഗ്നി പടർന്നു നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വോളണ്ടിയർമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ലൈനിലും ഈരണ്ടീശ വളണ്ടിയർമാർ ഉണ്ടായിരിക്കണം. 2 or 3 വോളണ്ടിയർമാർ ഓരോ ലൈനിലും ഉണ്ടായിരിക്കണം. കമ്മിറ്റി അംഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രീ ആറങ്ങുന്നത്തുകാവിൽ അമ്മയുടെ തെടപ്പള്ളി പാലുകാച്ചൽ ചടങ്ങിനോടനുബന്ധിച്ച് ചരിത്ര സംഭവമായ പൊങ്കാല മഹോത്സവം, അമ്മയ്ക്ക് പൊങ്കാല മഹോത്സവമാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാഡ്ജ് ധരിക്കാത്ത പുരുഷന്മാർ പൊങ്കാലയിടുന്ന ഭാഗത്തേക്ക് ദയവ് ചെയ്ത് പോകാതിരിക്കുക. കമ്മിറ്റി ഓഫീസിൽ ബന്ധപ്പെട്ട രശീതി കൈപ്പറ്റാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ബാഡ്ജ്, വോളണ്ടിയർ ബാഡ്ജോ കമ്മിറ്റികളുടെ ഒരു കാരണവശാലും ക്ഷേത്ര നടയിൽ പൊങ്കാല മഹോത്സവം നടത്തുന്ന ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കൊച്ചുകുട്ടികൾ, അതുപോലെ തന്നെ നിങ്ങളുടെ വസ്ത്രം, ഇതെല്ലാം ഒന്ന് പ്രദക്ഷിണം വെക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രദക്ഷിണം വെക്കരുത്, നവക നടക്കാനുണ്ട്. സതീശന്മാര് എന്നാ പോകണം ആ വീട്ടിൽ തന്നെ. അപ്പൊ കേട്ട് മനസ്സിലായി.